നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കുവിനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. അപ്പൊ ചിക്കു ഇപ്പോൾ ഹോസ്പിറ്റലാണ്. ഞാൻ ഇന്നലെ രാത്രിയിലാണ് വന്നത്. അപ്പൊ ഇന്ന് ഡിസ്ചാർജ് ആവും. അപ്പൊ അതിനു മുമ്പായിട്ട് ഇന്നലെ നമ്മൾ എവിടെ കിടന്നേ? നമ്മളെല്ലാരും ഒരുമിച്ച് പപ്പനെ മമ്മനെ കിടന്നു. അപ്പൊ നമ്മൾ ഇതെല്ലാം ഒന്ന് ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുപ്പാണ്. അത് കഴിഞ്ഞിട്ട് നേരെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ഞാൻ മാത്രമേ പോകുന്നത്. ഇവരുടെ സർപ്രൈസ് ചെയ്യാൻ പോകും അമ്മയ്ക്ക്. സർപ്രൈസോ? ഇതുവരെ അറിയത്തില്ല. അങ്ങനെ സർപ്രൈസ് ഒന്നും ഇല്ല. നമ്മള് ഉണ്ട് തന്നെ നടക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോടെ കാണാം കേട്ടോ. അങ്ങനെ നമ്മള് ഫസ്റ്റ് ബെഡ് കവർ ഒക്കെ മാറ്റാൻ പോവാം. അതിനാ ഇത് മാറ്റുന്നേ? ഇത് ആക്ച്വലി നല്ലതാണ് ബുഡിക്കൊക്കെ, പക്ഷെ ഇത് കേറുമ്പോ ഭയങ്കര തണുപ്പ്. അപ്പൊ ബേബിക്ക് അത് പറ്റത്തില്ല. അപ്പൊ ഒരു നല്ല ചൂടായിട്ടുള്ള ഒരു സോഫ്റ്റ് ബെഡ്ഷീറ്റ് ഉണ്ട്. അപ്പൊ അതാ ഇടാൻ പോവാ. അപ്പം അത്യാവശ്യം വീടിന്റെ ക്ലീനിങ് നമ്മൾ ഇന്നലെ വൈകിട്ട് രാത്രി വന്നപ്പോൾ തന്നെ ചെയ്തു. ഓൾറെഡി ചെയ്തു വെച്ചാണ്. ചിക്കു ഉള്ള സമയത്ത് തന്നെ ചെയ്തു വെച്ചാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ബെഡ് കവർ ഒക്കെ ഒന്ന് മാറ്റുവാണ്. സിബ അതിനകത്തുണ്ടോ? അവിടെ ഉണ്ട്. നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ മമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലായിരുന്നു. നെക്ക് സപ്പോർട്ട് വേണ്ടിട്ട് അല്ലേ? മാള് സ്കൂളിൽ നിന്ന് ചെയ്തതാ അല്ലേ? ഞാൻ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തതാ. എന്നിട്ട് ഒരു തുള പോലില്ല. ഓക്കെ, ബ്ലാങ്കറ്റ് അങ്ങ് കിട്ടോ. അതിന്റെ മുകളിലേക്ക് കിട്ടും. മമ്മയ്ക്ക് നമ്മളൊരു സംഭവം വാങ്ങിച്ചായിരുന്നു അല്ലേ? ഇത് ബേബിക്ക് ഫുഡ് കൊടുക്കുമ്പോ മമ്മയ്ക്ക് എന്തോ സപ്പോർട്ട്, ഫീഡിങ് പില്ലോ. നിങ്ങൾ കണ്ടിട്ടില്ലോ? ഫീഡ് ചെയ്യുന്ന കണ്ടിട്ടില്ല? ഇങ്ങനെ വെച്ച് ഫീഡ് ചെയ്യുന്ന കണ്ടിട്ടില്ല? അങ്ങനെയാണോ? അങ്ങനെയല്ല, അത് മമ്മ നിങ്ങളെ കാണിച്ചു തരും കേട്ടോ. നമ്മള് ബേബിക്ക് ഇടാനുള്ള ഡ്രസ്സ് എടുക്കണം. അപ്പൊ നമ്മള് ബേബീനെ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇടിപ്പിച്ചുകൊണ്ട് വരുന്ന ഈ ഉടുപ്പാണ് അല്ലേ? ഇത് പിള്ളേരാണ് ചൂസ് ചെയ്തത്. 0 to 3 monthsന്റെ. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത് ടവൽ എടുത്തിട്ടുണ്ട്. പിന്നെ ജാക്കറ്റ്. നമുക്ക് ഇപ്പൊ ഈ പ്രായത്തിൽ ഇടാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ജാക്കറ്റ് ഈ ജാക്കറ്റാണ്. ഇതെടുക്കണം, ടവൽ എടുക്കണം. അപ്പം നമുക്ക് പപ്പ മാത്രമല്ലേ പോകുന്നുള്ളൂ? നിങ്ങൾ വീട്ടിൽ വെയിറ്റ് ചെയ്യുമല്ലേ? കൊച്ചു വരുവാണോ? പക്ഷെ അന്നേരം നമുക്ക് പാടായിരിക്കും. നോക്കട്ടെ. ജോണിക്കുട്ടിനെ എടുത്തോളാം. എങ്ങനെയാണ് ജോണിക്കുട്ടി? വെയിറ്റിംഗ് ആണോ? ബേബിയുടെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി വെയിറ്റിംഗ് ആണോ? ആണോ? ബേബി ആ ഡ്രസ്സ് ഇട്ട് കാണാൻ വേണ്ടി ഭയങ്കര ചെയ്യുന്നതാണ്. ഇവർക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഡ്രസ്സുകൾ എടുക്കണം എന്നുള്ളതാണ്. ലാസ്റ്റ് നമ്മൾ ഇത് തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ കാർ സീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാർ സീറ്റും ഡ്രസ്സും ആയിട്ട് നമ്മൾ പോയാൽ മതി. ഞാനും ജോണിക്കുട്ടിയും കൂടെയാണ് മമ്മേനെയും ബേബീനെയും കൊണ്ടുവരാൻ വേണ്ടി പോണേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ പോകുന്നതോടെ, പക്ഷേ ജോണിക്കുട്ടിക്ക് വരണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കായിരുന്നു. കൂട്ടിക്കൊണ്ട് വരാൻ ആണല്ലേ? ഞാൻ പറഞ്ഞ ജോണിക്കുട്ടിയോടെ ഞാൻ വീട്ടിൽ ഇരുന്നാണ്. പക്ഷെ ജോണിക്കുട്ടിക്ക് ഒരു രക്ഷയില്ല. കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പോവാം അല്ലേ? അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലെത്തി. നമുക്ക് പോയി മമ്മേനെ ഒക്കെ പോയി കാണാം കേട്ടോ. ഹലോ, വീട്ടിൽ പോകണ്ടേ? നമുക്ക് ഉറക്കമാണോ? വീട്ടിൽ പോകണ്ടേ? ലഞ്ച് കഴിച്ചോ? എന്നാ പറഞ്ഞോ? എന്നാ പറഞ്ഞോ? എന്നാ പറഞ്ഞോ? കൊച്ചു കുഴപ്പമില്ല, ബ്ലഡ് എടുത്തു ടെസ്റ്റ് ചെയ്യാൻ. പിന്നെ സ്കിൻ കളറിന്റെ ഇതുകൊണ്ട് ഇവിടുത്തെ മെഷീനിൽ മറ്റേ യെല്ലോ കളർ കൂടുതൽ തോന്നിക്കൂല്ലോ നമ്മുടെ ഇവർക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ബേബി ഇറങ്ങിയോ? കണ്ണ് കാണിച്ചിട്ടാണ് കുട്ടി? കണ്ണ് കാണിച്ച് നീറുന്നുണ്ടോ? കുറച്ച് തൊടുമ്പോ എന്നാ പറഞ്ഞേ? അപ്പൊ ചെക്ക് ചെയ്യാനായിട്ട് ബ്ലഡ് എടുത്തിട്ടുണ്ട്. ഇന്ന് 2ാമത്തെ ദിവസമാണ് നമുക്ക് ബേബി ഉണ്ടായിട്ട്. ഇന്ന് 28-ാം തീയതിയാണ്. 26-ാം തീയതി രാവിലെ 8:30. ആണോ? അപ്പൊ നമ്മള് എല്ലാ സാധനമായിട്ട് വന്നിട്ടുണ്ട്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ആണല്ലേ? റെഡി ആവട്ടെ, പോകണ്ടേ? കുഞ്ഞു ചെറുക്കൻ ചെറുതായിട്ട് ഉറങ്ങുവാണ്. ഇപ്പം ഇതുവരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഹോസ്പിറ്റലിലെ ബ്ലാങ്കറ്റുകളും എല്ലാം ഇങ്ങനെയാണ്. ചെക്ക് പറയുകയാണ് 2 ദിവസം കൊണ്ട് ജോണിക്കുട്ടി വലുതായെന്നോ. അനിയനൊക്കെ വന്നില്ലേ? ഇനിയിപ്പോ ഇച്ചിരി വലിയ ചേട്ടായി ആയില്ലേ? അമ്മ ഉണ്ടാക്കിയിരുന്നു കഴിച്ചാൽ എന്നോട് ചോദിച്ചാ. ആണല്ലേ?
ഇച്ചിരി വലുതായി എന്താ എനിക്ക് തോന്നണയാണോ? എനിക്ക് തോന്നണയാണോ? എനിക്ക് ഇച്ചിരി വലുതായി ചേട്ടായില്ലേ. ഇപ്പൊ നീ ഒരു കുഞ്ഞനീനെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നില്ല ഇച്ചിരി വലുതായി തോന്നത്തില്ലേ? ആണോ? അപ്പൊ നമ്മളൊന്ന് റെഡി ആകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അല്ലേ? ഞാൻ ഹെൽപ്പ് ചെയ്യാം. ജോണിക്കുട്ടി എന്നായിരുന്നു പറഞ്ഞേ? നമ്മൾ എന്തൊരു ലക്കിയാന്ന്. പിന്നെന്താ പറഞ്ഞ പോൽ? അമ്മ സേഫാണ്. അമ്മ സേഫാണ് അല്ലേ? സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഡെലിവറി ആയി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മളെ ടേക്ക് കെയർ ചെയ്ത് അങ്ങനെയൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇവരതൊന്നും എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4ാമത്തെ കുഞ്ഞായിട്ട് പോലും ലേബർ റൂമിൽ ഞാൻ അത്രയും പെയിൻ എടുത്ത് കിടന്നപ്പം ഇവിടുത്തുകാർ ഒന്നാമതേ നമ്മളിങ്ങനെ ഇമോഷൻസ് ഭയങ്കരമായിട്ടും എക്സ്പ്രസ് ചെയ്ത് ഒത്തിരി കരയുക, ഭയങ്കര ലൗഡായിട്ട് കരയുക, ഭയങ്കര നോയ്സി ആയിട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ കരയുന്നതുകൊണ്ട് ആർക്കും ഒരു ഗുണം ഉണ്ടാകുമെന്നില്ല. അപ്പം അവർ ചെയ്യാനുള്ള അവരുടെ ആ ഒരു എനർജി കൂടെ ലൂസ് ആവുള്ളൂ, അവരെല്ലാം പാനിക് ആവുള്ളൂ. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് നമ്മൾ സ്വല്പം കൺട്രോളായിട്ടാണ്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. അത് ശരിക്കും അവർക്ക് മനസ്സിലായിട്ട് അവരത് ഭയങ്കരമായിട്ടും എനിക്കെന്തോ ഇതിന് മുന്നും ഇവിടെ തന്നെയാണല്ലോ ഡെലിവറി നടന്നത്. അപ്പോൾ ഇപ്രാവശ്യം എനിക്കെന്തോ ശരിക്കും ഫീൽ ചെയ്തു ഒരു ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട്. അതിനകത്ത് ഒരാൾ പറയുകയും ചെയ്തു, സാധാരണ ആൾക്കാർ ഒരു 3-4 ആകുമ്പോഴേക്കും അതിൽ തന്നെ ഇത്ര അങ്ങനത്തെ രീതിയിൽ സംസാരിക്കും. പക്ഷേ അവർ പറയണം 2 3 4 സെയിം അമ്മ തന്നെയാണെങ്കിലും പ്രഗ്നൻസീസ് എല്ലാം ഡിഫറെൻ്റ് ആണ്, വരുന്ന കുഞ്ഞും പുതിയതാണ്. അവരുടെ ഒരു വാക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി, ആശ്വസിപ്പിക്കുന്ന. ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന കാർഡ് മാറിപ്പോയി, സ്വീഡിഷിലായി പോയായിരുന്നു. സ്വീഡിഷിൽ കൺഗ്രാറ്റുലേഷൻസ് എന്നുള്ള കാർഡ് അവർക്ക്. അപ്പൊ അതുകൊണ്ട് മാറിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ സ്വീഡിഷ് പഠിക്കാൻ വേണ്ടി ചെയ്തത്. മനസ്സിലായോ? എനിക്ക് സ്വീഡിഷ് ഞാൻ പറഞ്ഞു താങ്ക് യു എന്നുള്ള കാർഡ്, അല്ലെങ്കിൽ തക്ക് അങ്ങനെയാണ് സ്വീഡിഷിൽ പറയുന്നത്. അല്ലെങ്കിൽ കീത്തോസ് ആയാലും മതിയായിരുന്നു. സ്വീഡിഷിൽ പോയിട്ട് ഗ്രാത്തീസ് തിൽഡേ, അതായത് കൺഗ്രാറ്റുലേഷൻസ് ചെയ്യുന്നു, അവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്ന കാർഡ്. ഞാൻ തിരക്കാണ്, ഞാൻ ശ്രദ്ധിച്ചു. അതൊക്കെ പിന്നെ സ്റ്റിക്കി നോട്ട് ഇട്ടുകൊണ്ട് കൺഗ്രാറ്റുലേഷൻസ് ആണോ? മമ്മയ്ക്കാണ് ആക്ച്വലി കൊടുക്കണ്ടേ? നിങ്ങൾക്ക് വേണമല്ലോ, നിങ്ങളും ബിഗ് ബ്രദറായി, ചേച്ചിമാരായി അല്ലേ? അതുപോലെ കുറച്ച് മുമ്പ് പറഞ്ഞില്ലായിരുന്നു, ഇവിടുത്തെ ഒരു കൾച്ചറാണ്. ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ ഇത്ര പെയിൻ വന്നാലും അങ്ങനെ കരയത്തില്ല. നമ്മൾ ആരുടെ കമന്റിലും ചോദിച്ചിട്ടുണ്ടല്ലോ, കൾച്ചർ എന്നുള്ളത് കൂടുതൽ ഇവരങ്ങനെയാണ് വളർന്നു വന്നേക്കുന്നത്. കുഞ്ഞു പിള്ളേരാകുമ്പോൾ തൊട്ട് മാക്സിമം സഹിക്കാനും അവരങ്ങനെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മളങ്ങനെ കാണത്തില്ല ഭയങ്കരമായിട്ടും. അത് ദേഷ്യമായിക്കോട്ടെ, എന്ത് വികാരങ്ങളാണേലും നല്ലത് അവർ എക്സ്പ്രസ് ചെയ്യും കേട്ടോ, നല്ലത് ഇത് പറയും. പക്ഷെ നല്ലൊരു ലിമിറ്റുണ്ട്. അല്ലാണ്ട് അങ്ങനെ അവർ ഇമോഷൻസ് അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കൾച്ചറല്ല, അങ്ങനെ ഒരു ഇത് ഇവർക്കില്ല. നമ്മളിവിടെ വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്നു, ഇവരുടെ ജോലി ചെയ്യുമ്പം അത് ഹോസ്പിറ്റലും കൂടെ ആകുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ആളുകളെ കാണുന്നതാണല്ലോ. അപ്പം അതിൻ്റെ അകത്തൊരു പൊതുവേ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏഷ്യൻസും അറബിക് ആൾക്കാരുമാണ് ഇങ്ങനെ ഇമോഷൻസ് ഭയങ്കരമായിട്ടങ്ങ് അതിനിപ്പോൾ എന്നാന്ന് പറയണമെങ്കിൽ ഒരു ബൗണ്ടറി ഇല്ലാണ്ട് ഇത് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്നതെന്ന്. ബാക്കി ഇവരും ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കൺട്രോൾ ചെയ്യുന്ന പോലത്തെ. അതുകൊണ്ട് പെയിൻ വന്നു കഴിഞ്ഞാൽ അവരങ്ങ് സഹിക്കും. അപ്പൊ ചിക്കു കുറച്ചൊക്കെ അതിനോട് ഇപ്പൊ യൂസ്ഡ് ആയി. അതെ, അതായത് വെറുതെ നമ്മൾ അലച്ച് കരഞ്ഞ് കൂടുതലുള്ളവരെ പാനിക്കാക്കുന്നു. പിന്നെ വേദന വരുമ്പോൾ എന്തായാലും നമ്മൾ കരയും, നമുക്ക് കരയായിരിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അത് പിന്നെ ഓരോരുത്തരുടെ ഇതായിരിക്കും, എനിക്കറിയത്തില്ല, എങ്കിലും എന്നെ പറയണ്ടേന്ന് അറിയത്തില്ല. പക്ഷെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ എനിക്കറിയത്തില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും നല്ല വാക്കുകളും കേട്ടിട്ടില്ല. ആ വീഡിയോയുടെ കമന്റ് ഒക്കെ വായിച്ചിട്ടുണ്ടല്ലോ. എനിക്കാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ വീണ്ടും കാണുമ്പോൾ നമുക്ക് കണ്ണി കൂടെ എപ്പോഴും കരച്ചിൽ വരുന്നതാണ്. കാരണം ആ നിമിഷങ്ങളിലേക്ക് നമ്മൾ പോവാണ്, ആ റിയൽ സിറ്റുവേഷനിലെ എല്ലാ സമയത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമായി. ജസ്റ്റ് ഡ്രസ് ഇടിയിക്കുന്ന അല്ലേ, മിറ്റൻസ് ഇടിപ്പിക്കുക അല്ലേ. അമ്മ ഇങ്ങനെ തിരിച്ചു തരാം കൊച്ചിന്. കുഞ്ഞ് ഓ യെസ് യെസ് വെരി ഗുഡ് താങ്ക് യു. മതി 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 മതി. ഓ ഇല്ല കഴിഞ്ഞോട്ടോ. എനിക്ക് നമുക്ക് അവിടെ വെച്ചിട്ട് ഓ ഇല്ല കറിയണ്ട 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 നോർമലായി
ഇത് എന്നെ കാണുന്നേ അങ്ങനെ തല നമ്മ വയ്ക്കാം. കാരണം കഴുത്തിൻ്റെ അവിടെ ബേബിക്ക് ഇതായിട്ടില്ല, എല്ലുറച്ചിട്ടില്ല. കഴുത്തുറയ്ക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതുണ്ടോ, ഇങ്ങനെ ഫുൾ ബോഡി എടുത്ത് ഇങ്ങനെ തലയോടുകൂടി സോഫ്റ്റായിട്ട് വെച്ച് കൊടുത്തില്ലെങ്കിലേ ബേബിക്ക് തണുപ്പ് വരും, പിന്നെ ബേബിക്ക് വാവ് വരും, തണുപ്പും വരും. ഇതെന്നാണ് ഇത്, എലിയുടെ വാല് പോലെ. കുട്ടനാണ് കുട്ടൻ. ഇനി എന്നത്തിലാ ഇടിക്കണേ? കുട്ടാപ്പിയുടെ ബ്ലാങ്കറ്റ് ആണോ? കേട്ടോ ചേട്ടാ പറഞ്ഞു. നമ്മളങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടി റെഡി ആയല്ലോ. നമ്മള് വീട്ടിൽ പോകാൻ റെഡി ആയല്ലോ. ബ്ലാങ്കറ്റ് ഞാൻ എടുത്തേക്കാം. ജോണിക്കുട്ടി പപ്പ എടുക്കാം. എടുക്കാൻ പറ്റത്തില്ല. എന്തിനല്ലേ കരയണേ? കുഴപ്പമില്ല, ഒന്നും പറ്റില്ല. ഹാപ്പിയോ? ഇപ്പൊ സിബിടണം. സിബ് മറ്റേ സൈഡില് അടച്ച് തുറന്നു മടക്കി വെച്ചില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അവൻ ചപ്പത്. ഭാഗ്യം ഞാൻ വുമൻ അല്ലത്. ഞാൻ പ്രഗ്നന്റ് ആയെങ്കിൽ ഈ ബേബി വരില്ലേ പുറത്തല്, അപ്പൊ ഞാൻ ജസ്റ്റ് കം ഡൗൺ ആക്കണം ബേബിനെയും പിന്നെ അമ്മേനെയും കം ഡൗൺ ആക്കണം. അതെങ്ങനെ ജോണിക്കുട്ടി എങ്ങനെ പഠിച്ചത് അങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത്? എനിക്കറിയില്ല. ഇവരുടെ ഡിസ്കഷൻ ഇപ്പം ഇതായിരുന്നു. നമ്മളും ചക്കി ജോണിക്കുട്ടിയെ കൂടി വീട്ടില് ഫുള്ള് ഇതിനെക്കുറിച്ചായിരുന്നു, എന്നെ കുറിച്ചായിരുന്നു അവരുടെ ഡിസ്കഷൻ മുഴുവൻ. എൻ്റെ ഹെൽത്ത് ഞാൻ എങ്ങനെ ഇത് ടോളറേറ്റ് ചെയ്യും, എന്നത് ചെയ്യണം. അങ്ങനെ ഇപ്പം പിള്ളേര് ബേബിക്ക് എന്തിനാ ചൂടാവശ്യം പൊള്ളില്ലേ ബേബിക്ക്? ഇപ്പൊ ബേബിയുടെ ബോഡിയിൽ ഫാറ്റ് ലെയർ കുറവല്ലേ, അതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ലെയർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വാമായിട്ടിരിക്കുള്ളൂ. ഫാറ്റ് ലെയർ കുറയുമ്പോൾ നമുക്ക് തണുപ്പ് കൂടും. ബേബി കുഞ്ഞതല്ലേ, തണുപ്പൊന്നും ടോളറേറ്റ് ചെയ്യാനായിട്ടില്ല. തണുപ്പ് പാലാണോ ചൂട് പാലാണോ? നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് കുടിക്കുന്ന തണുപ്പ് പാലുണ്ടല്ലോ, ആ പാലാണോ അതേ ചൂടായിട്ടുള്ള പാലാണോ? മറന്നുപോയോ? ഞാൻ കുടിച്ചിട്ടില്ല. ഭയങ്കര 2 വയസ്സ് വരെ നീ കുടിച്ചതാ. ആണോ? ജോണിക്കുട്ടിക്ക് ഇച്ചിരി കൊടുത്തോ? ജോണിക്കുട്ടിക്ക് അറിയട്ടെ ചൂട് പാലാണ്. ഡിസ്കസ്റ്റിംഗ് അല്ലേ? പിള്ളേരെ ഓരോ ലേൺ ചെയ്യുന്നതേ. അപ്പൊ പണ്ട് ഇവരുടെ കാര്യങ്ങൾ എല്ലാവരും മറന്നുപോയല്ലോ. അപ്പൊ ഇങ്ങനത്തെ കഴിയുമ്പോഴേക്ക് ആകാംക്ഷയാണ് ഓരോ കാര്യങ്ങൾ ചോദിക്കാനും. ചെയ്ത കാര്യം തന്നെയാണോ ഇത്? ചെറിയ ചൂട് പാല. ഫിൻലൻഡില് തണുത്ത പാല് ഫ്രിഡ്ജിൽ നിന്ന് കിട്ടും. ചൂട് പാല് നമ്മുടെ നാട്ടിലേക്ക് ചൂട് പാല് വർഷങ്ങളായിട്ട് ഡേ കെയറിലും വീട്ടിലൊക്കെ കൊച്ചു പാല് കുടിക്കുന്ന ഫ്രിഡ്ജ് റെഡി ടു ഡ്രിങ്ക് മിൽക്ക് ആണല്ലോ. അപ്പൊ അങ്ങനത്തെ പാല വരുന്നതെന്നാണ് കൊച്ചു വിചാരിച്ചിരിക്കുന്നത്. ജോണിക്കുട്ടി, നമ്മുടെ ബേബിയുടെ പേരെന്നാ? യസക്കുട്ടൻ നമ്മൾ വീട്ടിൽ വിളിക്കും. നമ്മളെ ശരിക്കും റിയൽ നെയിം എന്താണ്? എത്ര പേരല്ലേ? എസക്കിയേൽ. വീട്ടിൽ നമ്മൾ അതുപോലെ പറയുമ്പോ ഇന്ത്യൻ പേരല്ലേ എസക്കിയേൽ എന്നുള്ളത് എല്ലാരും വിളിക്കുന്നത് ബൈബിൾ നെയിമാണ്. ബേബി 1ാം ക്ലാസ്സിൽ പോകുമ്പോ കൊച്ചു ടീനേജർ ആവൂലേ? അപ്പൊ എനിക്ക് ബേബീനെ ഹാൻഡിൽ ചെയ്യാനറിയാം, ബേബി സിറ്റ് ചെയ്യാനറിയാം, എവിടെയെങ്കിൽ പോകുവാണെങ്കിൽ എല്ലാം അറിയാം അല്ലേ? പക്ഷെ മമ്മ ഒരു കാര്യം പറയട്ടെ, ഇനി എപ്പോഴും കരയരുത്, വഴക്കൂടരുത്. ഒത്തിരി നല്ല കാര്യങ്ങൾ മോൻ ബേബിനെ പഠിപ്പിക്കണം. അല്ല, ബേബി സിറ്റ് ചെയ്യാൻ പാടില്ലല്ലോ ബേബി ഇത്ര കുഞ്ഞതായെങ്കിൽ. ബിക്കോസ് ബേബിക്ക് അപ്പൊ പാൽ കിട്ടില്ലല്ലോ സ്വന്തം അമ്മയുടെ കയ്യിന്. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും മോൻ പറയാറുണ്ട്, മമ്മ ഹാൻഡിൽ ചെയ്തോളാം. പക്ഷെ ഞാൻ പറഞ്ഞ കേട്ടോ, നല്ല സ്വഭാവമൊക്കെ ബേബിനെ പഠിപ്പിക്കണം. എപ്പോഴും നമ്മൾ വഴക്കൂടരുത് അല്ലേ? നല്ല സ്നേഹത്തോടെ വർത്താനം പറയാൻ പറ്റും. വായിക്കാൻ പറ്റും. വായിച്ചു കൊടുക്കൂല്ലേ ബേബിക്ക്? ഓക്കെ. ആക്ച്വലി അത് ബുക്കല്ല,
സ്റ്റോറീസ് ഉള്ളത്. ഞാൻ ചോദിച്ചതിന് എന്നോട് ഉത്തരം പറഞ്ഞില്ലല്ലോ. എന്തായാലും സ്നേഹത്തോടെ വർത്തമാനം പറയാനൊക്കെ ബേബിനെ പഠിപ്പിക്കുമോ? വഴക്കൂടാതിരിക്കുക അതിനെക്കുറിച്ച് എങ്ങനെയാണ് നമ്മൾ ചെയ്യണേ? സോൾവ് ചെയ്യണ എങ്ങനെയാ കാര്യങ്ങൾ? വല്ല ഐഡിയ ഉണ്ടോ മോനെ? വഴക്കൂടില്ല അല്ലേ? ബേബി ഉള്ളതുകൊണ്ട് എപ്പോ ഇനി വർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ബേബിയോടല്ല, ചേച്ചിമാരോട്, മമ്മയോട്, പപ്പയോട്, ആരോടും കേട്ടോ. നല്ല മോനായിരിക്കണേ. ജോണിക്കുട്ടിക്ക് എടുക്കണമെന്ന് പപ്പ എടുത്ത പോലെ എടുക്കണമെന്ന് ജോണിക്കുട്ടിക്ക് വീട്ടിൽ ചെന്നിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം കേട്ടോ. ഞാൻ കുറെ നാള് പ്രാക്ടീസ് ചെയ്യാനും മാവ് ഉണ്ടാക്കിയ ഈ മമ്മയുടെ ഇവിടെ ഇന്നലെ പില്ലോ ഇല്ല, ആ കുഞ്ഞ് ഏതോ ഒരു വലിയ നൂഡിൽ പോത്തെ അതുകൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ബേബിനെ പിടിച്ചാണ്. ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുവാണ്. അതിനു മുമ്പായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സംഭവമുണ്ട്. അവിടെ പോയി ഫോട്ടോ എടുക്കണം. നമ്മളിവിടെ വെച്ചാണ് വാസയിലെ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്നത്. ജസ്റ്റ് നെയിം മാത്രം എഴുതിയാൽ പോരാ? ആ, നെയിം മാത്രം എഴുതിയാൽ മതി. ഡേറ്റ്, ടൈം, ഏത് സമയത്താണ് ഉണ്ടായത്. നമുക്കിങ്ങനെ സ്റ്റിക്കറാണ്, നമ്പേഴ്സ് ഉണ്ട്, അത് നോക്കി നമ്മളവിടെ ഫിക്സ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ മോൻ്റെ പേരും കൂടെ ഇതിനകത്ത് എഴുതിയിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കിയിരിക്കുന്നു. നമ്മുടെ മോൻ്റെ പേര് എസക്കിയൽ. വീട്ടിൽ നമ്മൾ എന്നെ വിളിക്കും ചോദിക്കൂ? എസക്കുട്ടൻ നമ്മൾ വിളിക്കും. പിള്ളേരിട്ടാണ് എസക്കുട്ടൻ, പിള്ളേരിട്ട പേരാണ്. കുട്ടൻ, അത് വിളിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്തു. പപ്പ എടുക്കാം. നമ്മൾ ഇവിടുന്ന് ഒരു കോഫിയും കൂടെ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇവിടുത്തെ നമ്മൾ ഡെലിവറി ആയി കഴിഞ്ഞിട്ട് ഫുഡൊക്കെ എടുക്കേണ്ട സ്ഥലം ഇവിടെയാണ്. ഇവിടെ ഇരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ റൂമിൽ ഇരുന്ന് കഴിക്കാം. അങ്ങനെ നമ്മളെ കുഞ്ഞച്ചക്കനെ എടുത്ത് നമ്മുടെ ജാക്കറ്റിനകത്തേക്ക് വയ്ക്കുകയാണ്. ഇവിടെ പുറത്ത് നല്ല തണുപ്പുണ്ട്. അങ്ങനെ എസക്കൂട്ടനെ ജാക്കറ്റിനകത്തേക്ക് വയ്ക്കുകയാണ്. ഇച്ചിരി വലിയ ജാക്കറ്റാണ്, 6 മാസം വരെ ഉപയോഗിക്കാൻ തോന്നുന്നു അല്ലേ? ഇത്രയേ ഉള്ളൂ മൊത്തം നീളം. എന്താ ജോണിക്കുട്ടി? ആണോ ജോണിക്കുട്ടി ബേബി ആയിരുന്നല്ലോ, ഇപ്പോഴല്ലേ ചേട്ടായി ആയേ. ജാക്കറ്റ് ഇട്ടിട്ട് ബേബിന് ബെൽറ്റ് ഇടാൻ പാടില്ല. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടുപ്പിട്ട് കൊച്ചിനെ ബെൽറ്റ് ഇട്ട് കിടത്തി കണ്ടോ. എന്നിട്ട് ഈ സംഭവം നല്ല വാമായിട്ട്, ഇത് വാമായിട്ടുള്ള സീറ്റാണ്. ഇത് ഓൾറെഡി വാമായിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിതിങ്ങനെ റാപ്പ് ചെയ്ത് ഉള്ളിലോട്ട് കയറ്റി വെച്ചു. എന്നിട്ട് ജസ്റ്റ് ആ ഹോസ്പിറ്റലിൽ നിന്ന് കാറിലോട്ട് കയറുന്നിടം വരെ ഉള്ള ഒരു തണുപ്പേക്കാതെ, അതിൻ്റെ കാറിനകത്ത് ചൂടാണല്ലോ. ആ ജോണിക്കുട്ടി പപ്പേനെ ഹെൽപ്പ് ചെയ്തു. അപ്പം നമ്മളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. ജാക്കറ്റൊക്കെ ഇട്ടു, ബെൽറ്റ് ഇട്ടു. അവിടെ പഠിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ടൗല് കൊണ്ട് കവർ ചെയ്തു. അമ്മയുടെ ബാഗ് ജോണിക്കുട്ടി എടുത്തു. ചിക്കൊരു കുഞ്ഞൊരു ബാഗ് ഞാൻ പിടിച്ചോളാം. അത് അപ്പം നമ്മൾ പോവാട്ടോ, വേറൊന്നുമില്ല. അമ്മയുടെ കയ്യിൽ ഇങ്ങനെ ഇടുവാണ് ഏറ്റവും നല്ലതും, മടുക്കത്തില്ല, സേഫാണ്. ഇന്നലെ 5 ഡെലിവറി ആയിരുന്നു അല്ലേ? 3 ബോയ്സും. ഉണ്ടായ ദിവസം 2 ആൺപിള്ളേരും 2 പെൺപിള്ളേരും. 26-ാം തീയതി ഒരെണ്ണം എസക്കുട്ടന. അപ്പൊ നമ്മൾ 28-ാം തീയതി ഇതുവരെ ആരും ആയിട്ടില്ല. അപ്പൊ ഞങ്ങള് അങ്ങനെ ഹോസ്പിറ്റലിനോട് വീട് പറഞ്ഞിട്ട് തൽക്കാലത്തേക്ക് അല്ലേ. എൻ്റെ കയ്യിലൊരു സഞ്ചി പോലത്തെ ബാഗുണ്ട്. അത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ബാഗാണ്. അതിനകത്ത് കുറച്ച് പേപ്പറുകൾ അങ്ങനെ. മാമ്മയുടെ ബാഗ് ജോൺകുട്ടി എടുത്തു.
ഓക്കെ അല്ലേ? ബേബി നോക്കിയിരിക്കണോ? ആ ജോൺ കൂടി ചാഞ്ഞിരുന്നോ? ചാഞ്ഞിരിക്കട്ടോ. എല്ലാം കറക്റ്റാ. മുഖത്ത് വീഴാതെ നോക്കിയാൽ മതി. ഓക്കെ, എന്നിട്ട് മമ്മിയോട് പറയണേ. ഓക്കെ. പാരസെറ്റമോൾ വാങ്ങിച്ചു, പെയിനൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കമൻറ്റിൽ ഞാൻ കണ്ടാണ്, ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ടാണോ ഡെലിവറിയുടെ ആ ടൈമിൽ നമ്മൾ നേരെ വാർഡിൽ ഡെലിവറി റൂമിലോട്ട് കയറി പോവല്ല ചെയ്തത്. അപ്പം ജോലി ചെയ്യുന്നതുകൊണ്ടാണോ അത് ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണോ എന്ന്? നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. അതായത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഇത്ര വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീക്കെൻഡ്സ്, നൈറ്റ്സ് അല്ലെ, അപ്പം ഹെൽത്ത് കെയർ സെൻ്ററൊക്കെ ഡേ ടൈം കഴിയുമ്പോഴേക്കും ക്ലോസ് ആവുമല്ലോ. അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഫീൽ ചെയ്യുമോ, പെയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ ഹോസ്പിറ്റൽ, ആ ഒരു ഡോറ് അങ്ങനെ പ്രഗ്നൻസിയിലുള്ളവർക്ക് മാത്രം കയറാനുള്ള ഡോറാണ്. അത് എപ്പോഴും തന്നെ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതിലൂടെ നേരെ കയറി ചെന്ന് അവിടെ ചെന്ന് ബെല്ലടിച്ചാൽ മതി. അപ്പം നേരെ അവിടെ നിന്ന് തന്നെ സ്റ്റാഫ് ഇറങ്ങി വന്ന് അങ്ങനെയാണ് നമുക്ക് നേരെ കയറി പോകാം. ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് പ്രഗ്നൻസിയിൽ. അത് ഞാൻ സ്റ്റാഫ് ആയതുകൊണ്ട് മാത്രമല്ല, പ്രഗ്നൻസിയിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ ആരോ ചോദിച്ചു, ഇതിനിടയ്ക്ക് ലിപ്സ്റ്റിക് ഇട്ടല്ലോ. അത് ലിപ്സ്റ്റിക് അല്ല കേട്ടോ, ലിപ് ബാമാണത്. എപ്പോഴും ഡ്രൈ ആവും. പ്രത്യേകിച്ച് വിന്ററിൽ നമുക്ക് ഭയങ്കരമായിട്ടും ചുണ്ടൊക്കെ ഡ്രൈ ആയിട്ട്, നോർമൽ ആയിട്ടുള്ളവർക്ക് തന്നെ ചുണ്ട് ഡ്രൈ ആവും. അനങ്ങുന്നുണ്ടല്ലേ? ഓക്കെ. നോർമൽ ആയിട്ടുള്ളവർക്ക് തന്നെ ഡ്രൈ ആവും. പിന്നെ നമ്മൾ എത്രമാത്രം ഡീഹൈഡ്രേറ്റഡ് പൊട്ടി ചോരയൊക്കെ വരണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ലിപ് ബാം തൂത്തതാണ്. നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും, എല്ലാവരുടെയും പിള്ളേരുടെ കയ്യിലും ഉണ്ടാവും, എല്ലാവരുടെയും കൈകളിലൂടെ എപ്പോഴും ഉള്ള സംഭവമാണ് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കൊടുത്തു വിടുന്നത്. അപ്പൊ അന്നേരം ചെക്ക് ശരിക്കും ഡ്രൈ ആയിരുന്നു. പിന്നെ കരച്ചിൽ ചെറിയ സങ്കടം ഒന്ന് വന്നപ്പോഴേക്കും ശരിക്കും ഡ്രൈ ആയിരുന്നു ആ സമയത്ത്. അപ്പം പൊട്ടി ഇത് ചോര വരാതിരിക്കാനായിട്ട് തൂത്താണ്. പിന്നെ അതുപോലെ തന്നെ PR ഉള്ളവർക്ക് ഇവിടെ ഡെലിവറി ഫ്രീ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് പറഞ്ഞായിരുന്നോ? ഡെലിവറി ഫ്രീ അല്ല, ആക്ച്വലി ഒരു ദിവസം ഇവിടെ എല്ലാ കേസുകൾക്കും ഒരു ദിവസം മിനിമം ഫീസാണ്. ഇപ്പൊ ഈ പ്രാവശ്യം ജനുവരി മുതൽ ചെറിയ വ്യത്യാസം കൂടുന്നുണ്ട്. ഇപ്പം 46 ആണോ 52 യൂറോസ് ആണോ ഡെയിലി എന്ന് അറിയത്തില്ല. ഇത്തവണ ബില്ല് വരുമ്പോഴേ നമുക്ക് കറക്റ്റ് അറിയത്തുള്ളൂ. പിന്നെ PR ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ കേല കാർഡ് ഇല്ലാത്തവർക്ക് അതിലും കൂടുതലാണ് പൈസ, എമൗണ്ട് കൂടുതൽ കൊടുക്കണം. കേല കാർഡ് കമ്പൽസറി ആണ്. പിന്നെ സിറ്റിസൺ ആയാലും PR ആയാലും എല്ലാം സെയിം തന്നെയാണ്. പ്രത്യേകിച്ച് സിറ്റിസൺ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ബെനിഫിറ്റ്സ് ഒന്നും കൂടുതലൊന്നുമില്ല. PR സിറ്റിസൺ എല്ലാവർക്കും ഇങ്ങനത്തെ ബെനിഫിറ്റുകളൊക്കെ സെയിം തന്നെയാണ്. പക്ഷെ കേല കാർഡ് ഇല്ലാത്ത, അതായത് ഇവിടുത്തെ ഇതുണ്ടല്ലോ ഇൻഷുറൻസ് കാർഡ്, മെഡിക്കൽ ഇൻഷുറൻസ് കാർഡ്, അതായത് ഗവൺമെന്റിന്റെ തന്നെ കേട്ടോ, അതില്ലാത്തവർക്ക് എമൗണ്ട് ഒത്തിരി കൂടുതലാണ്. ജോലി ഇവിടെ അല്ലേ ചെയ്യണേ? അതെ അതെ. അപ്പൊ ഇവർ മമ്മിക്ക് ഫ്രീ ആയിട്ട് തരബി? ഇല്ല, നമ്മുടെ ഫിൻലൻഡിൽ ഇവിടെ ഒന്നും ഫ്രീ ആയിട്ട്. നമ്മുടെ ഫിൻലൻഡിലെ സിസ്റ്റം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു റിലേഷൻഷിപ്പ് ഒന്നും വെച്ചിട്ട് ഒന്നും ഫ്രീയും ഇല്ല, ഒട്ടും ഫ്ലെക്സിബിളും ആയിരിക്കില്ല. എല്ലാവർക്കും തുല്യമാണ്. റൂൾസ് എല്ലാവർക്കും ഈക്വൽ. ഇവിടെ എവിടെ ജോലിയാണെങ്കിലും എല്ലാരെയും പോലെ തന്നെ. ഇവിടെ ഇവരെ കേറിയനില്ലേ ഈ മനുഷ്യന്മാരുടെ പ്രഗ്നന്റ്, അവർക്ക് ഫ്രീ ആണോ? ആർക്കും ഫ്രീ അല്ല, എല്ലാവർക്കും ഒരേപോലെയാ. അങ്ങനെ നമ്മള് വീട്ടിലെത്തി. 2-3 ദിവസത്തേക്ക് എന്നതിന് ശേഷം ചെക്ക് ഹാപ്പി അല്ലേ? പുതിയൊരു മെമ്പറേയും കൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് യശക്കുട്ടിനോട് അങ്ങനെ വീണ്ടും തെന്നിത്തെറിച്ച് കിടക്കുവാണ്. ചെക്കു ഞാൻ മിറ്റിലിട്ടിട്ടുണ്ട്. കാണാനില്ല, അല്ലാതെ വേദയും മിറ്റിലും ഉണ്ടല്ലോ, ഐസായിട്ട് ഇടുന്നുണ്ടല്ലേ. ഇങ്ങനെ നമ്മൾ മിറ്റിലിട്ടില്ലെങ്കിൽ തെന്നി വീഴും. എന്നാ വാ, വെൽക്കം. തുറന്ന മോനെ, ജോലിക്കുട്ടി തുറന്നേ. യശക്കുട്ടനെ കേറ്റിക്ക് ചേച്ചിമാരെ, എടുത്തേ 3 പേരും പിടിച്ചേ. മോള് വെക്കരുത്, താഴെ വെക്കാം. ഇഷ്ടപ്പെട്ടു വലിയ വീട്, നല്ല ഫാമിലി ഇല്ല, കറക്റ്റ് ഫാമിലി ഇല്ല. എടുക്കാൻ പറ്റില്ല, കറുത്ത് ഇതുപോലെ ഓർമ്മയുണ്ടോ? എല്ലില്ല ബേബിക്ക്, ഓർമ്മയുണ്ടോ എന്നെ? മമ്മ ബേബിക്ക് ഉറങ്ങാൻ വരുക.
ഇത് കക്കി ഓർക്കണ്ടോ? ഇവിടെ ജോണിക്കുട്ടി ഉണ്ടോ? ചൂടാണോ അതുകൊണ്ട് ഇത് ഇട്ട. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പം നമുക്ക് ബേബിനെ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ബേബിക്ക് പാല് കൊടുക്കണ്ടേ? ഓക്കെ. ഞാൻ കണ്ടു ബേബിക്ക് പാല് കുത്തുപ്പോ ബേബി ചങ്കി വേണോ. എല്ലാം ഞാൻ മിസ് ചെയ്തു. ഞാൻ അപ്പുറത്തേക്ക് മാറിയപ്പോ എനിക്ക് നടന്ന സംഭവങ്ങളാണ്. മമ്മ ഭയങ്കര ഇമോഷണൽ ആയിട്ട് നമ്മൾ പ്രത്യേകിച്ച് സർപ്രൈസ് ഒന്നുമില്ല. ഏറ്റവും വലിയ സർപ്രൈസ് ആയിട്ടല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രമാത്രം. കേട്ടോ അവൻ കാണുന്നുണ്ടോ? ഞാൻ ചെയ്യാം. മൂന്നുപേരും കൂടെ അല്ലേ? പുതിയ റൂമിൽ എന്റെ മമ്മയുടെ പപ്പയുടെ അമ്മയുടെ ചെയ്തവിടെ എല്ലാം കൊടുക്കാം. ഇതെല്ലാം യുക്സ് വീക്കോ കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു വിസിറ്റ് ഉണ്ടേ, അത് കഴിയുമ്പോ കേട്ടോ. എന്താ ഇങ്ങനെയൊക്കെ രണ്ട് ഗേൾസ് നമ്മള് ഈക്വലായി. നമ്മള് 3 ഗേൾസും അവര് 3 ബോയ്സും ആയി അല്ലേ? ഞങ്ങള് കട്ടക്ക് നിൽക്കും കേട്ടോ അല്ലേ ജോണിക്കുട്ടി? അല്ല, ഞങ്ങളായിരിക്കും കട്ടക്ക് നിൽക്കുന്നത് അല്ലേ? നമ്മള് ഗേൾ പവറാ. ആണോ ജോണിക്കുട്ടി? നിങ്ങൾ ബോയ് പവർ ആണെങ്കിൽ ഞങ്ങള് ഗേൾ പവർ. പക്ഷെ ഗേൾസ് ലവബിളാ. ഓ ഇല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് സ്ട്രോങ്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ആഹാരം കാരണം ഞങ്ങളിരുന്ന് അന്വേഷിക്കുന്നത് പോലെ ഞങ്ങളെ വിഷമിക്കണം. ഞങ്ങളെ പ്രാർത്ഥിക്കണമേ. ഈശോപ്പ അനുഗ്രഹിക്കട്ടെ കേട്ടോ മോനെ. ഈശോപ്പ കൂട്ടിയുണ്ട് എല്ലാ ദിവസവും കറിയുണ്ട്. ഗോഡ് ബ്ലെസ് യു പപ്പ. നമ്മള് ഒന്നേന്ന് തൊട്ട് നിങ്ങൾ ബേബി ആയിരുന്നപ്പോൾ എല്ലാം നമ്മൾ ഒന്നേന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. എന്നാലല്ലേ ബേബിക്ക് അതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അല്ലേ? നമ്മള് കുറച്ച് കൂടുതൽ കൈൻഡായിട്ട്, കൂടുതൽ സോഫ്റ്റ് ആയിട്ട് അല്ലേ? ദേഷ്യമൊക്കെ നോർമലാ, പക്ഷെ എന്നാലും സാരമില്ല കേട്ടോ. ദേഷ്യം വരുമ്പോ ആരാണോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ക്ഷമിക്കണേ അവരായിരിക്കും ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാരും. പിന്നെ ആരുടെ അധികം സ്റ്റോപ്പ് ചെയ്യണം, അയാൾക്ക് ഇച്ചിരി ബുദ്ധിയുണ്ട്. ജോണിക്കുട്ടി നല്ല ചേട്ടനാവണം, ചക്കി നല്ല ചേച്ചി ആവണം, മാളോ നല്ല ചേച്ചി ആയിരിക്കും. ബേബി ഹാപ്പി ആയി അല്ലേ? അപ്പൊ നമ്മൾ 5 പേരും കൂടിയിട്ട് നമ്മൾ 5 6 പേര് അങ്ങനെ. അപ്പൊ ഇനിയിപ്പോ ഫുഡ് കൊടുക്കണം. പിന്നെ ആണെങ്കിൽ കൂർക്കം വലിക്കുന്നത് ശല്യപ്പെടുത്തണ്ട, അവനോട് ഇരുന്നോട്ടെ കേട്ടോ. നമുക്ക് ഇപ്പൊ എണീപ്പിക്കാം. പിള്ളേരൊക്കെ ഫുഡ് ഒരു ഇച്ചിരി കഴിച്ചുള്ളൂ. പക്ഷെ എന്നിട്ട് പോയിരിക്കുന്നത് ചിക്കുവാനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീൻ വറുത്തോണ്ടിരിക്കുവാണ്. ആള് ജോണിക്കുട്ടി ഇവിടുന്ന് മാറുന്നില്ലേ? കഴിച്ചോ? നിങ്ങൾ ഫുഡ് ആവശ്യത്തിന് കഴിച്ചോ?
ഒരു ഇച്ചിരിയില്ലേ കഴിച്ചല്ലോ. എനിക്കിത് നോക്കിയേ പറ്റുള്ളൂ. ആണോ? നോക്കിയേ പറ്റല്ലോ. ബേബി ഉറങ്ങല്ലേ? ഇൻട്രസ്റ്റിംഗ് സിനിമ പോലെയാണോ? എല്ലാ റിയാക്ഷൻസും കാണാം, നമുക്ക് കാണാലോ. കപ്പ എടുക്കാം മല. കറക്റ്റ് മമ്മേനോട് പോലെ തുണ്ടി ഇതുപോലെ കയ്യിൽ സപ്പോർട്ട് വേണം. എന്റെ കുഞ്ഞു പാല് കുത്തു. കൊച്ചിന് ശ്വാസം വിടാൻ കൊടുക്കണം കേട്ടോ. ഇവര് വന്നപ്പം തൊട്ട് മാറുന്നില്ല, ചുറ്റിനും വട്ടത്തും ഇങ്ങനെ ഇരിക്കുവാണ്. ബേബി സേഫ് ആണ്, എക്സ്ട്രാ സേഫ്. ആണോ? നിങ്ങളുടെ 3 പേരുടെ കയ്യിലാ? ഓക്കെ. നിങ്ങളുടെ സൗണ്ട് എല്ലാം പരിചയമുള്ളതാണ്. അമ്മ ഗർഭിണിയായിട്ടിരുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. എസ്പെഷ്യലി ചക്കി പറയാ നീ ഇന്ന് പറഞ്ഞു നാളെ പറഞ്ഞു. എനിക്കറിയാം എന്നാ ചഗ്ഗിയാ പറഞ്ഞേ എപ്പോ ഇതുപോലെ വിളിച്ചായിരുന്നോ ബേബിനെ? എസ്കുട്ടാന്ന് വിളിച്ചായിരുന്നോ? പിന്നെ അല്ലാതെ ഞാൻ പറഞ്ഞില്ല നോക്കുക എസ്കുട്ടാന്ന് വിളിച്ചായിരുന്നോ? ഇല്ല ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ നോക്കാൻ വേണ്ടിയാ വിളിച്ചു. അതായത് നമുക്കൊരു ആള് പറഞ്ഞു തന്നതാണ്. നമ്മൾ കുറേ 3 പ്രാവശ്യത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് ചുക്കിന് പരീക്ഷിച്ചാണ്. അതായത് പാലൊക്കെ നന്നായിട്ടുണ്ടാകാനും അതോടൊപ്പം തന്നെ വയറിനും ഒക്കെ നല്ലതാണ് ഈ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു നുള്ള് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു നുള്ള് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ഏലക്കയുടെ ഒരരി ഒരെണ്ണം മതി, ജസ്റ്റ് ഒരെണ്ണം ഇതെടുക്കും. അതുപോലെ തന്നെ കറുകപ്പട്ട ഗ്രാമ്പു ഒരെണ്ണം എടുക്കുന്നുണ്ട്, ജാതിക്ക ഒരു നുള്ള്, അതുപോലെ കറുകപ്പട്ട ഒന്ന്, പിന്നെ ഗ്രാമ്പു, ഇത് ജാതിപത്രിയാണേ. അതുപോലെ നമുക്ക് പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഉലുവ, ഒരു നുള്ളു, എല്ലാം ഒരു നുള്ളു വെച്ച് മതി. ഉലുവ നമ്മളെടുക്കും. പിന്നെ കരിഞ്ജീരകം ഒരു നുള്ള്. പിന്നെ നമുക്ക് വേണ്ടത് അയമോദകമാണ്. അയമോദകവും നമ്മൾ ഒരു നുള്ള് എടുത്തിട്ടുണ്ട്. എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1 ലിറ്റർ വെള്ളത്തിനകത്തിട്ട് വെട്ടി തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ആറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ പച്ചവെള്ളം കുടിക്കുന്നതിന് പകരം ഈ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പം വയറിന് നല്ലതാണ്, പാല് കൂടും. ഇത് നമ്മളെ എക്സ്പീരിയൻസിനാണ്, നമുക്കൊരു ഉമ്മ പറഞ്ഞു തന്നതാണ്. അങ്ങനെ നമ്മൾ 3 ഡെലിവറിക്ക് കഴിഞ്ഞതിന് ശേഷം മാളും ചക്കിയും ജോണിക്കുട്ടിയും എല്ലാവരും ആയ സമയത്ത് ഇങ്ങനെയാണ് ചെയ്തത്. നമുക്ക് പരീക്ഷിച്ചിട്ട് ഒരു ഗുണം കിട്ടിയതാണ്. നിങ്ങളാരെങ്കിലും ഇതുപോലത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞേ, കമൻ്റായിട്ടുണ്ട്. ഇത് വാഷ് ചെയ്യണം, കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് വാഷ് ചെയ്തെടുക്കാൻ പോവാം. എന്നിട്ട് വെള്ളത്തിലേക്ക് നമ്മളിങ്ങനെ ഇട്ട് വെക്കും. ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞിട്ട് തണുത്ത് കഴിയുമ്പം എപ്പോഴും കഴിഞ്ഞിട്ട് കുടിച്ചാൽ മതി. വെട്ടി തെളിച്ചതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്ത് വെച്ചേക്കുക. തണുത്ത് കഴിഞ്ഞതിന് ശേഷം കുടിക്കാവുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത്? ബേബി ഛർദ്ദിച്ചതിന് മുഴുവനും കരയുക. അത് പാല് കുടിച്ച് കുഞ്ഞ് ബേബിമാരുമ്പം കരയുക. ഇതിങ്ങനെ ചെയ്യും. ജോണിക്കുട്ടിയും കരയുന്നു കേട്ടോ. ഒന്നുമില്ല, അത് നോർമലാണ് കേട്ടോ. അപ്പം നമ്മൾ ബാക്കിൽ ഇങ്ങനെ ബർപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഓക്കെ ആവും. നിങ്ങളൊക്കെ ഇതുപോലെ എന്തോ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അത് നോർമലാട്ടോ. ഇവരിപ്പോൾ എന്നെ ഒന്നും അങ്ങനെ അടുക്കാനേ പറ്റുന്നില്ല, ഇവർ 3 പറഞ്ഞു. ഇപ്പോൾ പിന്നെ മമ്മ ഇപ്പോൾ പിന്നെ ഇച്ചിരി നേരത്തേക്ക് ഒന്ന് ബേബി തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞവരെ പറഞ്ഞു വിട്ടാണ്. അതിന് ജോണിക്കുട്ടിയാണെങ്കിൽ കരഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇപ്പം തന്നെ പോവാട്ടോ. നിങ്ങളല്ലേ നോക്കുന്നേ. നിങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിലേ അപ്പം അങ്ങോട്ട് പോകത്തുള്ളൂ കേട്ടോ. മമ്മ പിന്നെ ഇപ്പം പാല് കൊടുക്കട്ടെ. ആരുടെയും കുറ്റമൊന്നും അല്ല മോനെ, കേട്ടോ. ഇപ്പം പോകാട്ടോ. വന്ന് ചിക്കും കൊച്ചും ഒരൊറ്റ ഉറക്കമായിരുന്നു. ഭയങ്കര ക്ഷീണമല്ല, 2-3 ദിവസമായില്ലേ ശരിക്കും. എത്ര ദിവസമായി ഇറങ്ങിയിട്ട്? ഒത്തിരി നാളായില്ലേ. പിന്നെ അതുകൊണ്ട് അങ്ങനെ വന്നതേ കിടന്ന് ഉറങ്ങിപ്പോയി. കൊച്ചു പാല് കുടിക്കുന്നു. അങ്ങനെ പിള്ളേരാണെങ്കിൽ ഭയങ്കര മാറുന്നില്ലായിരുന്നല്ലേ. പക്ഷെ ഇപ്പൊ അവർക്ക് മനസ്സിലായി. അതായത് കുറേ നേരം ഭയങ്കര സ്നേഹപ്രകടനവും ആർക്കും അങ്ങ് കൊതി തീരുന്നില്ല.
അവസാനം പിന്നെ കൊച്ചൊന്ന് കക്കിയപ്പോൾ അവർ പേടിച്ചു പോയി. പിന്നെ ഞാൻ പറഞ്ഞു അവന് സമാധാനം കൊടുക്കണം, അതായത് സമയം കൊടുക്കണം, നമ്മൾ ഹറിയാക്കാൻ പാടില്ല, അവന് ടൈം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പയ്യെ അവർക്ക് മനസ്സിലായി. അവർ പേടിച്ച് അവർ കരയൊക്കെ ചെയ്തു. കാരണം അവൻ്റെ പിന്നെ ഇപ്പോൾ വരുന്നില്ല കേട്ടോ. പിന്നെ ഇടയ്ക്ക് വന്നോട്ടെ എന്ന് ചോദിക്കും, എന്നിട്ട് ഇങ്ങനെ നോക്കും, ഒന്ന് നോക്കിക്കോട്ടെ അങ്ങനെയൊക്കെ ചോദിക്കും. ഞാൻ വിചാരിച്ചു ഇപ്പോൾ തുടക്കത്തെ ദിവസത്തെ അത്രയും സാറിൽ അങ്ങനെ നിൽക്കട്ടെ എന്ന് ഓർത്തു. 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കേ കാരണം കൊച്ച് നമ്മൾ ഹോസ്പിറ്റലിലുള്ള പോലത്തെ മാറണ്ടേ, ഇതെല്ലാം ഒന്ന് ശീലമാകാൻ വേണ്ടിയിട്ട്. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മമാര് കഴിക്കണതും കുടിക്കണതും ആരെയും കാണിക്കരുതെന്നുള്ളതാണ്. പക്ഷെ ഇതുകൊണ്ട് ഒത്തിരി പേർക്ക് ഗുണം കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല കാര്യമല്ലേ. ഇത് നല്ലതാട്ടോ. അതായത് ഡ്രൈ ഫിഗ് ഉണ്ടല്ലോ, ഡ്രൈ ഫിഗ്, ആൽമണ്ട് എന്നൊക്കെ ചേർത്തെ അത് കണക്കെ തന്നെ. ഞാൻ നാളെ അത് ചെയ്യുന്ന സമയത്ത് ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് ചെയ്യുന്ന സമയത്ത് ഡെലിവറി കഴിഞ്ഞിട്ട് വരുമ്പോൾ രാവിലെ ആൽമണ്ട്, ഡ്രൈ ഫിഗ്, പിന്നെ ഡേറ്റ്സ്, അതിൽ നട്ട്സ് ഓൾറെഡി 3 വെച്ച്, നട്ട്സ് എല്ലാം 3 വെച്ച്, റൈസൻസ് മാത്രം 12 വയ്ക്കുക. എന്നിട്ട് 2 മണിക്കൂർ വെള്ളത്തിൽ കൂത്തിയിടുക. അത് കഴിഞ്ഞ ശേഷം 1 ഗ്ലാസ് പാല് വാഷ് ചെയ്യുകയും ചെയ്യും അല്ലേ. എന്നിട്ട് 1 ഗ്ലാസ് പാലിനകത്ത് അരച്ചെടുക്കുക. അത് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് കുടിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒത്തിരി പാലുണ്ടാവും, അപ്പോൾ കുഞ്ഞിന് നല്ല ഗുണം കിട്ടും. അതുപോലെ കുറേ ടിപ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ കുറേ പ്രാവശ്യമൊക്കെ ഇങ്ങനെ പരീക്ഷിക്കുന്ന സംഭവമാണ്. പിന്നെ നല്ലതാണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ സമയത്തൊക്കെ നമ്മളൊന്ന് പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. അമ്മയ്ക്കും കുഞ്ഞിനും കൂടെയാണ്. അമ്മ പെട്ടെന്ന് റിക്കവറി ആവും അല്ലേ. ഇതൊക്കെ ഉള്ളതാണോ? ഞാൻ ഇവിടെ വന്നിട്ട് നല്ല ഉറക്കുക അല്ലേ. അവന് ടെമ്പറേച്ചർ കുറവായിരുന്നു, പക്ഷെ ഇപ്പം നോർമലായി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ പിന്നെയും ചെറുതായിട്ട് തണുപ്പുള്ള പോലെ. പിന്നെ നല്ലതായിട്ട് വാമായിട്ട് പൊതിഞ്ഞ് 2-3 ബ്ലാങ്കറ്റിനകത്ത് എടുത്തേക്കും. അപ്പോൾ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. മാള് ചെയ്യുന്നേ ഡിന്നർ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ താമസിച്ചാണ്. 4 മണി 5 മണി ആയപ്പോഴാണ് ചോറുണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും മാള് എന്നാ ഉണ്ടാക്കുന്നേ? യോഗട്ടില് മുസ്ലി, പിന്നെ പഴം ഹണി ഇട്ടത് ആണല്ലേ. അപ്പം സമയം ഇപ്പോൾ രാത്രി 8 മണിയായി. അമ്മ വന്നിട്ട് അമ്മ പിന്നെ കിടക്കുമായിരുന്നു, ബേബിയും കിടക്കുമായിരുന്നു. ബേബി കരഞ്ഞൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ആണോ? നമുക്ക് കിടക്കണ്ടേ? സമയം എത്ര മണിയാണെന്നറിയോ? 9 മണിയായി. ഇന്ന് എല്ലാവർക്കും നല്ല ക്ഷീണമല്ലേ? ബേബിക്കാണ് ക്ഷീണം. കരയല്ലേ? മാള് ഫസ്റ്റ് ടൈം എടുക്കുന്നതാണേ. ഫസ്റ്റ് ടൈം ബേബിനെ എടുത്തതിന്റെ സന്തോഷം അത്. ആനന്ദക്കണ്ണീര് കൊച്ചിന്റെ കുഞ്ഞുപാപ്പുവാടോ. ഓ എനിക്ക് വയ്യ, എല്ലാവർക്കും തരാട്ടോ. അവനിപ്പോ ഓരോരുത്തർക്കായിട്ട് മടിയിൽ അപ്പിട്ട് വരുന്നുണ്ട്. യശക്കുട്ടനെ ഇനി അടുത്ത ചേച്ചിയുടെ മടിയിലോട്ട് പോയാലോ? നെക്സ്റ്റ് ചേച്ചി ഞാൻ അമ്മ കൊടുക്കാം. കൈ മാറ്റരുത് കേട്ടോ മോളെ, കൈ മാറ്റരുത്. കഴുത്ത് എപ്പോഴും കൂട്ടി പിടിച്ച് വേണം. എങ്ങനെയുണ്ട്? ഇതാരാ? ഇതാണ് ചക്കി ചേച്ചി. ഇതാണ് ചക്കി ചേച്ചി. ഓർക്കുന്നുണ്ടോ ചക്കി ചേച്ചീനെ? ഓടെ കൂട്ട. പിന്നെ നമ്മുടെ ഇവിടെ പിള്ളേർക്ക്, അതായത് ഇവിടുത്തുകാരുടെ മെഷീൻ, മറ്റേ ബില്ലുറുബിൻ്റെ ഇത് ചെക്ക് ചെയ്യണ മെഷീൻ യൂറോപ്യൻസിൻ്റെ കളറിൻ്റെ അനുസരിച്ചുള്ളതാണ്. അപ്പോൾ അവരിങ്ങനെ സെൻസ് ചെയ്യുമ്പോൾ സ്കിൻ കളർ അനുസരിച്ച് നമ്പറിൽ വ്യത്യാസം വരും. അപ്പം നോർമലി ഇവരുടെ 3 പേരുടേതായിരുന്നു. അങ്ങനെ ചെയ്യുമ്പം ബില്ലുറുബിൻ ഹൈ ആണെന്നുള്ള ഇത് വന്നിട്ട് അവർ പിന്നെ ചെക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു ഇതിന് വേണ്ടിയിട്ടൊക്കെ നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ കേസിലും അങ്ങനെ തന്നെ വന്നു. പക്ഷേ ബ്ലഡ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പം നോർമലാണ്, ബ്ലഡ് വാല്യൂ നോർമലാണ്. പക്ഷേ ആ മറ്റേ സെൻസ് ചെയ്യണ സാധനം എപ്പോഴും ഒരു കുറച്ച് ഹൈ സൈഡിലോട്ടാണ് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ ഇനിയും കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട വന്നേനെ. പക്ഷേ ചേട്ടായി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഉമ്മ വെക്കണത് ഇച്ചിരി കൂടെ കഴിഞ്ഞാൽ കൊടുക്കാം. ഇവിടെ കൊടുത്താൽ ഇവിടെ കൊടുത്തു. ഇവിടെ ഉമ്മ വെച്ചോ.
അവന്റെ കൈ കഴുത്തിന്റെ അവിടെ അങ്ങനെ പിടിക്കും, ഇങ്ങനെ 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 പിടിക്കും, ഇങ്ങനെ എന്ത് തോന്നുന്നു ചേട്ടായി? കണ്ട എന്റെ മുത്തനാണോ? ആരാ അത്? ദേശക്കുട്ടനാണോ? ആണോ? സന്തോഷമായോ? ജോനിക്കുട്ടി ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നു, അവിടുന്ന് തൊട്ട് എടുക്കണമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പിക്ക് പോണോ? അതുപോലെ മുക്കണ പോലെയാ. മുക്കണ പോലെയാണോ? അപ്പിടമണോ? ആണോ? അപ്പിട്ടോ? ലവ് യു ചേട്ടായി. ചേച്ചിമാരെ എല്ലാരോടും ലവ് യു ലവ് യു. എന്തായാലും ബേബി ഹാപ്പി ആയല്ലേ? ഇനി നമുക്ക് പയ്യെ എടുക്കാവേ ബേബിക്ക്. പാലും കുടിക്കാതെ ഇതൊക്കെ മോന്റെ ആൾക്കാരാ, മോന്റെ ചേച്ചിമാരും മോന്റെ ചേട്ടനും. സത്യം പറയാലോ, ഇതുവരെ എനിക്ക് വന്നിട്ട് എടുക്കാൻ പറ്റില്ല. അല്ല പപ്പ എടുത്തോളാം, നിങ്ങൾ രാത്രി പപ്പയ്ക്ക് എടുക്കാൻ തുടങ്ങും. ചപ്പിയുടെ മുകളിൽ ഉറങ്ങണം. അപ്പയല്ലേ എല്ലാം ചെയ്യുന്നത്, പിന്നെ രാത്രി അത് ബേബി അപ്പിടുമ്പോൾ ഞാൻ ഒറ്റ ചാടില്ല എന്റെ ബെഡ് ആണോ? ഒരുപാട് മറ്റേ ആശംസകളൊക്കെ പറഞ്ഞുള്ള കമൻസിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചവരും ഉണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോയ്ക്കകത്ത് കുറച്ചൊക്കെ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അതിൽ സിസേറിയനും നോർമലും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മാളു സിസേറിയൻ, ആദ്യത്തെ സിസേറിയൻ ആയിരുന്നു, പിന്നെ നോർമലാണ് ബാക്കി മൂന്നും. അതിൻ്റെ അകത്ത് നമ്മളോട് വീട്ടിൽ പോകാനുള്ള, അതായത് വാട്ടർ ബ്രേക്കായിട്ട് വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞത് സ്ട്രെയിഞ്ച് ആയിട്ട് പല ഇതും തോന്നി. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം എല്ലാം ഭയങ്കര നാച്ചുറലായിട്ടും നോർമലായിട്ടും നടത്താനാണ് ഇവർ മാക്സിമം നോക്കുന്നത്. അതിൽ തന്നെ ഇവിടത്തെ രീതി അനുസരിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാട്ടർ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ 24 hours ശേഷമാണ് ഇവർ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് മരുന്നോട് കൂടിയിട്ട് ട്രൈ ചെയ്യത്തുള്ളൂ. അതിൽ സാധാരണ രീതിയിൽ വാട്ടർ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നാച്ചുറലി നോർമൽ ഡെലിവറിയുടെ ഇതൊക്കെ നടക്കും, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ 24 hours ആയിട്ടും നടന്നില്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യും. അപ്പം നമ്മുടെ കേസിൽ എന്താണ് അത്ര ആയില്ലായിരുന്നല്ലോ, വാട്ടർ ബ്രേക്ക് ആയപ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ പെയിൻ വന്ന് പോകും. പിന്നെ ഇവർ ആക്റ്റീവ് ലേബർ സ്റ്റാർട്ടാകുന്ന, അതായത് പെയിൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വന്ന് ഫുള്ളി ഡയലേറ്റഡ് ആവുന്ന അടുപ്പിച്ച് വരുന്ന അവേഴ്സ് ഉണ്ടല്ലോ, അതാണ് ഇവർ ആക്റ്റീവ് ലേബറായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പം അതുപോലെ തന്നെ 17 hours, അതായത് ഇപ്പോൾ വാട്ടർ ബ്രേക്ക് ആയി കഴിഞ്ഞിട്ട് 17 hours നോർമലായിട്ട് കുഞ്ഞാവ് വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇൻഫെക്ഷൻ റിസ്ക് കൂടുതലാണ്. കാരണം ബേബി ഇരുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ ഫ്ലൂയിഡ് ആണല്ലോ ഈ അമ്നോട്ടിക് ഫ്ലൂയിഡ് പൊട്ടിപ്പോകുന്നത്, വാട്ടർ ബ്രേക്ക് ആവുക എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എന്താണ് ബേബിയുടെ ആ ഒരു പ്രൊട്ടക്ഷൻ സീല് പോയി കഴിയുമ്പം ഇൻഫെക്ഷൻ ഉള്ള ചാൻസ് ഒത്തിരി കൂടുതലാണ്. അപ്പം 17 മണിക്കൂർ അങ്ങനെ വെള്ളം ഇല്ലാണ്ട് ബേബി കിടക്കുമ്പോഴേക്കും 17 മണിക്കൂർ ഇവർ സേഫായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. 17 മണിക്കൂർ കൂടുതലാകുമ്പം അത് ഇൻഫെക്ഷൻ റിസ്ക് കൂട്ടുന്നത് കൊണ്ട് ബർത്ത് കഴിയുമ്പം, ബേബി ഉണ്ടായി കഴിയുമ്പം 2 days കംപ്ലീറ്റ് ഒബ്സർവേഷനിൽ വെക്കും. അപ്പം ഇൻഫെക്ഷൻ്റെ എന്തെങ്കിലുമൊക്കെ ഇത് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 2 days അത് കാണിക്കും. അപ്പോൾ അങ്ങനെ കണ്ടു കഴിയുമ്പം ആ 2 days ഇൻഫെക്ഷൻ്റെ ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട, വീട്ടിൽ പോയാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ 2 ദിവസം എക്സ്ട്രാ അഡ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ അവർ പറഞ്ഞു വിടും. പിന്നെ അത് മാത്രമല്ല, നമ്മളെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തായതുകൊണ്ട് വീട് അടുത്തുള്ളവരെയാണ് പറഞ്ഞു വിടത്തുള്ളൂ. അതെ, ദൂരം കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു വിടത്തില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. അതുപോലെ തന്നെ എല്ലാവരുടെയും കമൻസൊക്കെ വായിച്ചു. റിപ്ലൈ തരാൻ സമയം കിട്ടിയില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ തിരക്കായിരുന്നു. ഭയങ്കര സന്തോഷം, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് എല്ലാവർക്കും തന്നെ ആ ഒരു റിയാലിറ്റി, ഇവിടുത്തെ റിയാലിറ്റി പുറത്തുള്ള ആളുകളൊക്കെ ഇങ്ങനെ തന്നെ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നുള്ളത് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. അതായത് എനിക്കറിയത്തില്ല, നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷയില്ല. പക്ഷേ ഭയങ്കര ഒത്തിരി സന്തോഷമുണ്ട്. ഒരു മെമ്മറി എന്നുള്ളതാണല്ലോ മെയിനായിട്ട്. നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം അത് തന്നെയാണ്. നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് ഓർക്കാനും നമ്മുടെ മക്കൾക്ക് ഓർക്കാനും ആയിട്ട് വീഡിയോ ചെയ്തിടുന്നു. പിന്നെ ഇങ്ങനത്തെ ഇത്രയും വലിയ സംഭവമൊക്കെ നമ്മുടെ പേരൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ കൂടപ്പിറപ്പുകൾക്കോ കാണാൻ പറ്റാത്തവർക്കും അറിയാൻ ആഗ്രഹമുള്ളവർക്കും
ഒക്കെ ഓരോരുത്തരായിട്ട് വിളിച്ച അതിൽ ആരോ കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ആരോടും വിളിച്ചു പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവരും എല്ലാം നേരിട്ട്. അത് തന്നെ, എല്ലാവരും അറിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ. അതുപോലെ ഇനിയിപ്പോൾ നമ്മളെന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫിൻലൻഡിൽ ഇപ്പം ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിറ്റിസൺ ആവണമെന്നില്ല. പേരൻസ് ആരെങ്കിലും ഒരാൾ ഫിന്നിഷ് സിറ്റിസൺ ആണെങ്കിൽ മാത്രമാണ് ബൈ ബെർത്ത് നമ്മുടെ മക്കൾ സിറ്റിസൺ ആവത്തുള്ളൂ. ഇപ്പം നമ്മളെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ജോണിക്കുട്ടി ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബിഗിനിങ് ടൈമിൽ തന്നെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ എളുപ്പമാണ്. പിന്നെ ഇവിടെ ഫിനിഷ് പാസ്പോർട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ഇത് കിട്ടും. അത് കഴിഞ്ഞ ശേഷം OCI കാർഡ് അപ്ലൈ ചെയ്യണം. പിന്നെ 8-ാം തീയതി മുതൽ ഞാൻ പുതിയൊരു കോഴ്സ് പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, അതിൻ്റെ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ആക്ച്വലി തിരക്കാണ്, പക്ഷേ ബിഗിനിങ് ടൈമിൽ ചിക്കുവിന് നല്ല കെയറൊക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ നമ്മളോട് ഇത്രയും സ്നേഹം അഫെക്ഷനും ഇത്രയും സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഒരു താങ്ക് യു പറയാതെ എങ്ങനെ നമ്മൾ ഈ വീഡിയോയ്ക്ക് എനിക്കുമായിരുന്നു ഭയങ്കര നിർബന്ധം ഇത് പറയണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് വീട്ടിൽ വന്ന് ഇത്രയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എല്ലാവരോടും നേരിട്ട് തന്നെ പറയുകയാണ്. ഇനി എത്ര ഓഫറായിട്ട് വരാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ഇൻഫർമേഷൻസ് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ അതിനടിയിൽ വരുന്ന കമൻസിലൊക്കെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഭയങ്കര വാല്യുബിളാണ് അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾക്ക് അറിയാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയൊക്കെ എല്ലാവരോടും ഒത്തിരി നന്ദി, ഒത്തിരി സന്തോഷം. നമുക്കിടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ താങ്ക് യു. ബൈ.